ഇപ്പോൾ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, മുൻ കേന്ദ്രമന്ത്രി, മുതിർന്ന കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ കൊടിക്കുന്നിൽ, എങ്ങനെയുണ്ട് കേരളത്തെ തഴഞ്ഞ നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റ്? ഇത്തവണയും കേരളത്തെ സമ്പൂർണ്ണമായി തഴഞ്ഞൊരു ബജറ്റാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രത്തിന് മുന്നിൽ വെച്ച 24,000 കോടി രൂപയുടെ പാക്കേജ് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസ പാക്കേജിന് അംഗീകാരം ലഭിക്കണം, അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അത് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് എല്ലാ കണക്കുകളും നൽകിയതാണ്. എന്നിട്ട് പോലും വയനാട് ദുരന്തത്തിൻ്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഒരക്ഷരം പോലും പറയാൻ ധനകാര്യമന്ത്രി തയ്യാറായില്ല. കേരളത്തെ സമ്പൂർണ്ണമായി തഴയപ്പെട്ട ഒരു ബഡ്ജറ്റാണ് ഇത്തവണ അവതരിപ്പിച്ചത്. കഴിഞ്ഞ പ്രാവശ്യവും ഇതേ സമീപനമാണ് കേരളത്തോട് സ്വീകരിച്ചത്. എന്തായാലും ശക്തമായ പ്രതിഷേധ കാര്യത്തിലുണ്ട്. ഇപ്പോൾ ബീഹാർ 5-6 മാസങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിന് വേണ്ടി വാരിക്കോരി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. അതേസമയം തന്നെ മറ്റന്നാൾ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്ന ഡൽഹിയിലെ വോട്ടർമാരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആദായ നികുതിയുടെ പരിധി 10 ലക്ഷത്തിന് 12 ലക്ഷം വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ വർഷം ഈ ആദായ നികുതി പരിധി വർദ്ധിപ്പിക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടതാണ്. അത് ആദായ നികുതി കൊടുക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ളവർ എല്ലാവരും കേന്ദ്ര സർക്കാരിനോട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 10 ലക്ഷത്തിൽ നിന്ന് അതിൻ്റെ പരിധി ഉയർത്തണമെന്ന്, ആദായ നികുതിയുടെ പരിധി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടാണ്. പക്ഷെ അപ്പോഴൊന്നും അത് അംഗീകരിക്കാത്ത, അത് ചെവിക്കൊള്ളാത്ത ധനകാര്യമന്ത്രി ഈ ബഡ്ജറ്റിൽ ആദായ നികുതി 10 ലക്ഷത്തിൽ നിന്ന് അതിൻ്റെ പരിധി 12 ലക്ഷമായി ഉയർത്തിയത് ആത്മാർത്ഥത കൊണ്ടല്ല, മറിച്ച് ഈ ഡൽഹിയിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ, സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി, ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ് സർക്കാർ ജീവനക്കാർ, അവരുടെ വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി മാത്രം ആണ് ഈ 2 ലക്ഷം രൂപ വർദ്ധിപ്പിച്ചത്. ഇതിലൊരു ആത്മാർത്ഥതയുമില്ല, പക്ഷേ തെരഞ്ഞെടുപ്പിന് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വർധനമാണ്. അതുമാത്രമാണ് സർക്കാരിന് എടുത്തു കാണിക്കാനുള്ളത്, അതുമാത്രമാണ് BJPക്ക് ഉയർത്തി കാണിക്കാനുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആനുകൂല്യം ഈ ബഡ്ജറ്റ് പറഞ്ഞിട്ടില്ല. ഞാൻ 10-25-30 ബഡ്ജറ്റ് പ്രസംഗം കേട്ടിട്ടുള്ളതാണ് പാർലമെൻറ്റിൽ. പക്ഷേ എല്ലാ ബഡ്ജറ്റുകളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അവരുടെ സ്കീമുകൾക്ക്, നിലവിലുള്ള സ്കീമുകൾക്ക്, പുതിയ പദ്ധതികൾക്ക് ഒക്കെ പ്രഖ്യാപനം വരുന്നതാണ്. ഈ ബഡ്ജറ്റിൽ അതിനെക്കുറിച്ച് ഒരു പരാമർശം ഉണ്ടാകും. അതുകൊണ്ട് പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, കൃഷിക്കാർ, അതുപോലെ യുവാക്കൾ, ഇങ്ങനെയുള്ള ഈ രാജ്യത്തെ ഇപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന് എത്രയോ കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലും ചെവിക്കൊള്ളാൻ ധനകാര്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ്. സാധാരണക്കാരെ മറന്ന, പാവപ്പെട്ടവരെ മറന്ന, ഇടത്തരക്കാരെ മറന്ന മധ്യവർഗത്തിനും കോർപ്പറേറ്റുകൾക്കും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ബിസിനസ് സമ്പന്ന വർഗത്തിനുമൊക്കെ വേണ്ടി ഉണ്ടാക്കിയ ഒരു ബഡ്ജറ്റ് എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാൻ കഴിയൂ. നന്ദി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP ഞങ്ങളോട് സംസാരിച്ചതിന്. അദ്ദേഹം പറഞ്ഞത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഏതാണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞത് 25-30 ബജറ്റുകളോളം ഇന്ത്യൻ ലോക്സഭയിൽ ഇരുന്ന് കേട്ട പാർലമെൻറ്റേറിയനാണ് അദ്ദേഹം. ഇതുപോലെ ഇത്ര വലിയ അവഗണന കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അവഗണനയുടെ പരമാവധിയിൽ പ്രകടമായൊരു ദിവസവും ഒരു ബജറ്റുമായിരുന്നു ഇന്ന് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കേരളത്തിന് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിച്ചൊക്കെ കൃത്യമായ കണക്കുകളൊക്കെ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്, പക്ഷേ അതൊന്നും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം. നസീൻ പറഞ്ഞ ഒരു പോയിന്റ് കൂടി എടുക്കാം. കടുത്ത കേരള വിരുദ്ധത ബജറ്റിൽ പോലും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുത്തി മലയാളിക്ക് പറയാനാവുക.